ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതല്ലോ. ആമേൻ. ഈ യേശു പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിക്കും എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ വിശ്വാസികൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസികൾ, എന്തുകൊണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുന്നില്ല? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, അവരെ പോലെ ആകരുത്, എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് പിതാവ് അറിയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഒരന്ധമായ പൗരോഹിത്യ മതവിഭാഗങ്ങളോടുള്ള എതിരിൻ്റെ പേരിൽ വിശ്വാസകോളത്തിൽ, അത് ഏത് പെന്തക്കോസ്ത് വിശ്വാസമാണേലും ന്യൂജൻ വിശ്വാസത്തിലാണേലും ഈ ഒരു പ്രാർത്ഥനയോട് വലിയൊരു എതിര് വന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് ഇതുപോലത്തെ ഒരു മാതൃക മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിൽക്കുക. എന്നാൽ പിന്നെ യേശു പറഞ്ഞ പലതിൻ്റെ മാതൃക ഉണ്ടാക്കിയാൽ പോരെ? അപ്പോൾ ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് പോയി, അതുകൊണ്ടുള്ള ദൂഷ്യം എന്തെന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ്റെ ആത്മാവാണ്. മൃഗങ്ങളുടെ ജീവൻ തന്നെയാണ്. അതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മൃഗങ്ങളുടെ ജീവന് വിവേചന ശക്തിയില്ല. ജീവനുണ്ട്, വികാരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അമ്മയും പെങ്ങന്മാരെ ഒന്നും തിരിച്ചറിയാൻ മേല. പക്ഷേ മനുഷ്യൻ അതെല്ലാം തിരിച്ചറിയാം. ഇനി വചനം പറയുന്ന ഹൃദയം എന്ന് പറയുന്നത്, ഞാൻ പുതിയൊരു ഹൃദയം തരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ടോ ആരുടെയും? ഇല്ല. അപ്പോൾ അതെന്താണ്? മനസ്സാണ്. അല്ലെങ്കിൽ വചനം പറയുന്ന ഹൃദയം ആത്മാവാണ്. ഇനി ഏത് മനുഷ്യനെ നയിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്, ജീവനുണ്ട്. ജീവനെ നയിക്കുന്ന സ്പിരിറ്റുണ്ട്. ഒന്നുകിൽ അത് ദൈവാത്മാവ്, അല്ലെങ്കിൽ പൈശാചിക ശക്തി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ്. ഇതിൽ ഈ ലോകത്തിൻ്റെ ആത്മാവ് ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കും. അപ്പോൾ കണ്ടാൽ ഭയങ്കര ഭക്തനാണെന്ന് തോന്നും. അതായത് പ്രാർത്ഥനയും പള്ളിയും ഒക്കെ ആയി വരുന്ന സമയങ്ങളിൽ മാത്രം ഭയങ്കര ഇത് കാണിക്കും, അല്ലാത്ത സമയം അവനവൻ്റെ സൗകര്യത്തിന് നടക്കും. ഇത് ഇച്ചിരൂടെ അപകടമായത്. ഇത് തനി പൈശാചിക ശക്തിയേക്കാൾ ഇച്ചിരൂടെ അപകടമായത്. ഇപ്പം ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ ശബ്ദതരംഗങ്ങളാണ്. പക്ഷെ അതിനകത്തൊരാത്മാവുണ്ട്. കാറ്റാണ്. ഈ വായിൽ നിന്ന് വാക്കങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാറ്റാണ്. ഇതിനകത്തൊരാത്മാവുണ്ട്, ഒരു സ്പിരിറ്റുണ്ട്. ബാക്കി വായിക്കുക, സങ്കീർത്തനം 104:4. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. കണ്ടോ? അപ്പോൾ കാറ്റിനകത്തൊരു സ്പിരിറ്റുണ്ട്. വിശ്വാസം എങ്ങനെ വരുമെന്ന് റോമാലേഖനം 10:17 വായിച്ചേ. അങ്ങനെ വിശ്വാസം ദൈവിക സന്ദേശത്തിൻ്റെ കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലും വചനത്തിൻ്റെ പ്രസംഗത്താലും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പം, ഈ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് പ്രസംഗം വരുമ്പോൾ, വാക്കുകൾ വരുമ്പോൾ, അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ അത് കാറ്റായിട്ടാണ് പോകുന്നത്. ശബ്ദതരംഗങ്ങളെന്ന് സയൻസ് പറഞ്ഞാലും കാറ്റായിട്ടാണ് ഇത് പോകുന്നത്. കാറ്റായിട്ട് പോകുന്നതിനകത്തൊരു സ്പിരിറ്റുണ്ട്. ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു സ്പിരിറ്റ് യാത്ര ചെയ്ത് വേറൊരു വ്യക്തിയുടെ ചെവിയിലൂടെ മനസ്സിലേക്കും ആത്മാവിലേക്കും കയറും. എന്നിട്ട് ഈ പ്രസംഗിക്കുന്ന ആളിനെ നയിക്കുന്ന ആത്മാവ് മറ്റേ വ്യക്തിയെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ലാത്ത ആളുകളുടെ പ്രസംഗം പോയിരുന്ന് കേൾക്കരുതെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഈ മീഡിയകൾ ശക്തമായപ്പോൾ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ സകല സംവിധാനത്തിലും പ്രസംഗം വരുമോ. ഈ വ്യക്തി ആരാന്ന് ആർക്കും അറിയത്തില്ല. നല്ലതാ, ഭയങ്കര ഇതാന്നൊക്കെ പറയുമ്പോഴും ഈ വ്യക്തിയിൽ എന്തു വ്യാപരിക്കുന്നു നമുക്കറിയത്തില്ല. ക്രൂഡ് ഓയിലിൻ്റെ ബ്ലാക്ക് ബിസിനസ് ഉള്ള വലിയ പ്രസംഗകരുണ്ട് കേരളത്തിൽ. ക്രൂഡ് ഓയിലിൻ്റെ ബ്ലാക്ക് ബിസിനസ്സൊക്കെ നടത്തുന്ന പ്രസംഗകരുണ്ടെന്ന് പറയുമ്പോൾ കുഞ്ഞു കളിയാണത്. അത് ഇന്ത്യയെ പോലും അല്ല. ആ സാധനം ഇവിടെ ഇല്ലാത്ത സാധനം വെളി എന്നുള്ളത്. സ്വർഗ സംഭോഗികളായ വലിയ ശുശ്രൂഷകരുണ്ട് കേരളത്തിൽ. സാമ്പത്തിക തട്ടിപ്പുകാർ ധാരാളമുണ്ട്.
സകല കൊള്ളരുതായ്മയും കൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ ഇവന്മാരെല്ലാം ബുദ്ധിയിൽ ഭയങ്കര പ്രസംഗകരായിരിക്കും. നമ്മുടെ രാഷ്ട്രീയക്കാർ കണ്ടുണ്ടോ ജനത്തിനെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം? ഈയിടെ കേട്ടോ, ഈയിടെ കോട്ടയത്ത് നടന്നൊരു കൺവെൻഷനിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ഡീസൻ്റായിട്ട് വചനം പ്രസംഗിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ ശബരിമലയിൽ നിൽപ്പുണ്ട്. അപ്പം ഇതൊക്കെ ഏതാത്മാവാ? ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പ്രസംഗിക്കാൻ ഇത് ബുദ്ധി പഠിച്ചാൽ മതി, ബുദ്ധി വായിച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരാത്മാവ് ഇത് കേൾക്കുന്നവരുടെ ഉള്ളിലോട്ട് വരും. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു 90% അസ്വസ്ഥതകളുടെയും കാരണം അറിയാൻ മേലാത്ത ആളുകളുടെ പ്രസംഗം കേൾക്കുന്ന അവനിൽ നിന്ന് ആത്മാവ് ഉള്ളിലേക്ക് വരും. അപ്പോൾ കാറ്റിനകത്തൂടെ വരും. ഈ കാറ്റെന്ന് പറഞ്ഞാൽ ഈ ശബ്ദം വായിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കാറ്റായിട്ടാണ് പോകുന്നത്. അതിനകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് വന്ന് ഉള്ളിൽ കയറുമ്പോൾ ആ ആത്മാവിൻ്റെ സ്വഭാവം എന്തോ അത് കാണിക്കും. നമ്മൾ ഇന്നവർ വിശുദ്ധരാണെന്നൊക്കെ പറയാനാണ് നമുക്ക് ഇഷ്ടം. ഇപ്പോൾ പൗരോഹിത്യ മതവിഭാഗത്തിലുള്ളവർക്ക് അവരുടെ പുരോഹിതന്മാർ നല്ലതാണെന്ന് ചിന്തിക്കാനേ പറ്റൂ. അതുപോലെ തന്നെ ന്യൂജൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാർ വിശുദ്ധരാണെന്ന് അവരങ്ങ് വിശ്വസിക്കുക. അവർക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം ഒന്നും അറിയത്തില്ല. ഗുണ്ടാസംഘങ്ങളെ വരെ കൊണ്ടു നടക്കുന്ന പ്രസംഗകരുണ്ട് കേരളത്തിൽ, അറിയപ്പെടുന്ന പ്രസംഗകർ. അവരിൽ നിന്നൊക്കെ ഏതാത്മാവാണ് വ്യാപരിക്കുന്നത്? പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഈ തെറ്റായ ആത്മാവിലുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഭീകരത എത്രയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ വ്യക്തിയെ നയിക്കുന്ന ആത്മാവ് വിശ്വാസത്തോടെ അവനെ പോയിരുന്ന് കേൾക്കുന്നവൻ്റെ ഉള്ളിലേക്ക് വന്നു കയറും. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന സംഭവം വിശ്വാസികൾ വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വിശ്വാസമൊന്നും എല്ലാം ദൈവത്തിലുള്ളതൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. പലരും സമ്പത്തിന് വേണ്ടി സാഹചര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഈ മൂലഗ്രന്ഥത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ ഈ പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 36:16 ഒന്നെടുത്ത്. നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു. നിന്റെ മേശമേൽ വിശിഷ്ടമായ ഭോജനം വയ്ക്കുമായിരുന്നു. ഇത് POC ബൈബിളിൽ ഇത് വായിക്കുന്നത് വേറൊരു ആംഗിളിലാണ്. POC ബൈബിളിൽ പറയുന്നത് നിനക്ക് തന്നെന്നാണ് പറയുന്നത്. കണ്ടോ, തർജ്ജിമ ചെയ്തപ്പോൾ വന്നപ്പോൾ മാറിപ്പോയി. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥങ്ങളിലുള്ളത് എന്നാണെന്ന് അറിയത്തില്ലാതെ ഒരുത്തം പ്രസംഗിച്ച് വിട്ടാൽ അതിനകത്ത് തെറ്റായ ഒരു ആത്മാവാണ് പോകുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകം 24:59 എടുത്തേ. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ശുശ്രൂഷക്കാരിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും യാത്രയാക്കി. 59 എൻ്റെ പുറകിലത്തെ മുന്നിലത്തെ ഒരു അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട്, ഞങ്ങളുടെ സഹോദരി, നീ 1000-10,000-ങ്ങൾക്ക് അമ്മയായി തീരട്ടെ. ആ വേർഷനിൽ അങ്ങനെ എഴുതിയേക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് നീ 1000 വർദ്ധിച്ചു വരട്ടെ എന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ അത് എഴുതിയേക്കുന്നത് നീ 1000s of 10,000s, 10,000-ങ്ങളുടെ 1000-ങ്ങളായി നീ അനുഗ്രഹിക്കപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത്. തമിഴ് ബൈബിളിൽ അത് നീ കോടാനുകോടിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടെന്ന് എഴുതി. മലയാളത്തിൽ വന്നപ്പോൾ 1000 × 1000 എന്നുള്ള അവസ്ഥയായി. 1000 മൊത്തം ആശയങ്ങൾ മാറിപ്പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ എടുത്തു വെച്ച് പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം ഇത് വചനത്തിൽ പറഞ്ഞേക്കുന്നതല്ലാത്തതുകൊണ്ട് ഇതിനകത്തൂടെ വേറൊരു ആത്മാവാണ് പോകുന്നത്. നമുക്കറിയാവുന്ന ആരെങ്കിലും ഗ്ലാമറുള്ള ഒരാൾ ഇത് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് അതിനെ പോയിരുന്ന് നമ്മൾ ഹൃദയം കൊണ്ട് തുള്ളിയാൽ അയാളിൽ വ്യാപരിക്കുന്ന ആത്മാവ് വന്ന് അകത്തോട്ട് കയറും. ഇനി സങ്കീർത്തനം 23:2 എന്താണെന്ന് നോക്കി എഴുതിയേക്കുന്നത്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളിനകത്തും മലയാളം ബൈബിളിലൊക്കെ എഴുതിയേക്കുന്ന പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുമെന്നാണ് പറഞ്ഞത്. വിശക്കുന്ന ആടിനെ പുൽപ്പുറത്ത് കൊണ്ട് കിടത്തുന്നത് എന്നാത്തിനാണ്? അത് തെറ്റാത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ മേയ്ക്കുമെന്നാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ മേയ്ക്കും. അപ്പോൾ ഓരോ പ്രസംഗത്തിനകത്തും ഒരാത്മാവുണ്ട്, ഒരു സ്പിരിറ്റുണ്ട്. ആ ആത്മാവ്, ആ സ്പിരിറ്റായിരിക്കും ആ വ്യക്തിയെ നയിക്കുന്നത്. ആ സ്പിരിറ്റ് അയാളിൽ വന്നിരിക്കുന്നതിന് അയാൾക്ക് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. അതിനെ കൊണ്ടു നടക്കുന്നതിന് അയാൾക്ക് ഉദ്ദേശമുണ്ട്. നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. നമുക്ക് ഈ വ്യക്തിയെ തന്നെ നമുക്കൊരറിവുണ്ടായിരിക്കണം. പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തിരുവചനം വായിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ കയറി വരും. അതിൻ്റെ ഭീകരത എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല.
അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിക്കുകയും പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ നമ്മൾ കേൾക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വ്യക്തിയിൽ ഒരു ദുഷ്ടശക്തിയാണ് ഇരിക്കുന്നതെങ്കിലും ബൈബിളൊക്കെ പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ പറയുന്നത് പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാൻ ഇതിടയാക്കരുതേ, അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് ദുരാത്മശക്തികൾ ആത്മശക്തികളായി കടന്നു വന്ന് ഉള്ളിൽ കയറുവാൻ കർത്താവെ പ്രസംഗങ്ങൾ ഇടയാക്കും എന്ന് ഞങ്ങൾ കേട്ടെങ്കിൽ, കർത്താവെ, യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ജീവിതങ്ങൾ അറിയത്തില്ലാത്ത വ്യക്തികളുടെ പ്രസംഗങ്ങൾ പോയി കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമാകാത്ത വിധം ഞങ്ങളെ പൊതിയണമേ. അതിനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. എൻ്റെ കർത്താവെ, എല്ലാ പ്രസംഗങ്ങളും വാരി വലിച്ച് കേൾക്കുമ്പോൾ പ്രസംഗം ദൈവവചനമാണെങ്കിലും അതിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് കർത്താവെ, അത് ഞങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാക്കാൻ അനുവദിക്കരുതേ. അടിയനെയും കേൾവിക്കാരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവേചനത്തിൻ്റെ ആത്മശക്തി കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.